അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമസ്കാരം, അതിന്റെ ദിക്റുകളുടെ അർത്ഥവും അർത്ഥസഹിതം നമസ്കാരം പഠിക്കാം എന്ന ഒരു ഹെഡിങ്ങിൽ നമ്മുടെ ഈ ചാനലിൽ അല്പം ക്ലിപ്പുകൾ വിടാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് മൂന്നാമത്തെ ഭാഗമാണ്. ഇതിന്റെ 2 ഭാഗങ്ങൾ ഇതിന്റെ മുമ്പ് വിവരിച്ചിട്ടുണ്ട്. അത് കേൾക്കണം എന്ന് ഉണർത്തുകയും, നിസ്കാരത്തിന്റെ ഫർളുകളാണ് നാം ചർച്ച ചെയ്യുന്നത്. അതിൽ നിന്ന് ഒന്നാമത്തെ ഫർളിലേക്ക് നാം പ്രവേശിച്ചിട്ടില്ല. അതിന്റെ മുമ്പ് തന്നെ ഫർളുകൾ വിവിധ ഇനങ്ങളാണെന്ന് വിവരിക്കുകയാണ്. നിസ്കാരത്തിന്റെ ഫർളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഖൽബിയായ ഫർളുകൾ, ഖൗലിയായ ഫർളുകൾ. ഖൽബിയായ ഫർളുകൾ എന്നാൽ ഹൃദയം കൊണ്ട് കരുതുന്നത്, ഖൗലിയായ ഫർളുകൾ എന്നാൽ നാവ് കൊണ്ട് ഉച്ചരിക്കുന്നത്. ഇങ്ങനെ 2 വിഭാഗമുണ്ട്. അതാണ് കഴിഞ്ഞ ചർച്ചയിൽ നാം ചർച്ച ചെയ്തിട്ടുള്ളത്. ഈ മൂന്നാമത്തെ ഭാഗത്തിൽ ഫീലിയായ ഫർളുകൾ നിസ്കാരത്തിന്റെ ഫർളുകളുടെ കൂട്ടത്തിൽ ഉണ്ട്. ഫീലിയായ ഫർളുകൾ എന്നാൽ നമ്മളുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഫർളുകളാണ്. അത് 7 ഫർളുകളാണ്. ഒന്ന് അൽ ഖിയാമു, നിൽക്കൽ. നിസ്കരിക്കാൻ വേണ്ടി നിൽക്കാൻ കഴിവുള്ള ആള് നിൽക്കുക. അതിന്റെ വിശദീകരണം പിന്നീട് വരും. ആരാണ് നിൽക്കേണ്ടത്, ആരാണ് ഇരിക്കേണ്ടത് എന്നൊക്കെ. രണ്ടാമത്തത് റുകൂ ചെയ്യൽ. അത് നമ്മളുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഫീലിയായ ഫർളാണ്. 3 ഇഅ്തിദാൽ ചെയ്യൽ. റുകൂയിൽ നിന്ന് ഉയർന്ന സമീഅല്ലാഹു ലിമൻ ഹമിദഹ് എന്ന് പറഞ്ഞ് നിൽക്കുന്നതിനാണ് ഇഅ്തിദാൽ. 4 സുജൂദ് ചെയ്യൽ. 5 2 സുജൂദിന്റെ ഇടയിൽ ഇരിക്കൽ. 6 അവസാനത്തെ അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കൽ. 7 ഈ പറഞ്ഞതനുസരിച്ച് ക്രമപ്രകാരം കൊണ്ടുവരാൻ. ഇങ്ങനെ ഫീലിയായ ഫർളുകൾ 7 വിഭാഗമാണ്. നിസ്കാരത്തിന്റെ ഫർളിന്റെ കൂട്ടത്തിൽ നിന്ന് ഒന്നാമത്തെ ഫർള് നമ്മൾ ഈ ക്ലിപ്പിൽ ആരംഭിക്കുകയാണ്. ഒന്നാമത്തെ ഫർള് നിയ്യത്താണ്. നേരത്തെ ഞാൻ പറഞ്ഞു, ഫർളിന്റെ കൂട്ടത്തിൽ നിന്നും ഒന്നാമത്തെ ഫർള നിയ്യത്തിന്റെ മഹല്ല് ഹൃദയമാണ്. ഹൃദയം കൊണ്ടാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. ഹൃദയത്തിൽ കരുതണം. അതിനാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. നിയ്യത്ത് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം കരുതൽ എന്ന, കരുതുക. അതിന്റെ സ്ഥാനം ഹൃദയമാണ്. ആ നിയ്യത്ത് തക്ബീറത്തുൽ ഇഹ്റാമിനോട് യോജിച്ചുകൊണ്ടാണ് വരേണ്ടത്. അല്ലാഹു അക്ബർ എന്ന് പറയുന്ന സമയത്ത് നാവ് കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് നിസ്കാരത്തിന്റെ നിയ്യത്ത് മനസ്സിൽ കൊണ്ടുവരണം. അതുകൊണ്ട് ഉച്ചരിക്കുക എന്നത് തക്ബീറിന്റെ അല്പം മുമ്പ് അത് ഉച്ചരിക്കൽ, അത് സുന്നത്ത് മാത്രമാണ്. സല്ലി ഫർളുൽ ളുഹ്രി 4 റക്അത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല എന്നൊക്കെ നാവ് കൊണ്ട് പറയൽ സുന്നത്ത് മാത്രമാണ്. അപ്പൊ ഫർളായ നിസ്കാരമാണ് എങ്കിൽ അതിൽ 3 കാര്യങ്ങളാണ് നിർബന്ധമാകുന്നത്. ഒന്ന്, ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതൽ. 2, ഏത് നിസ്കാരമാണെന്ന് വ്യക്തമാക്കൽ. 3, ഫർളാണെങ്കിൽ ഫർള് എന്ന് വ്യക്തമാക്കൽ. അപ്പൊ 1 ഖസ്ദ്, 2 തഈൻ, 3 ഫർളിയ്യത്തിനെ കരുത, ഫർളാണെന്ന് കരുത. ഈ 3 കൂടിയും കുറഞ്ഞ ഒരൊറ്റ പദത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഇപ്പൊ ളുഹ്ർ നിസ്കരിക്കാൻ, ളുഹ്ർ നിസ്കാരത്തിന്റെ നിയ്യത്തിൽ 3 കാര്യം മാത്രമാണ് ഫർളായത്. ഏതൊക്കെ? സല്ലി ഫർളുൽ ളുഹ്രി. ഫർളായ നിയ്യത്ത് ഇപ്പൊ കഴിഞ്ഞു. ഉസല്ലി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നു. ഫർളുൽ ളുഹ്രി,
ളുഹ്ർ എന്ന ഫർള് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു. ളുഹ്ർ എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫർളായ നിയ്യത്ത് അവസാനിച്ചു. പിന്നെ ബാക്കി പറയുന്ന കാര്യങ്ങളൊക്കെ സുന്നത്താണ്. ഇത് ചെറിയ കുട്ടിയാണെങ്കിലും വലിയ ആളാണെങ്കിലും അയാൾ ഉസല്ലി ഫർളുൽ ളുഹ്രി, ളുഹ്ർ എന്ന ഫർള് എന്ന് പറയണം എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. അവ നിയ്യത്തിൽ ഫർളായ കാര്യം മാത്രമാണ് ഇതിൽ നാം ചർച്ച ചെയ്തത്. ഇൻഷാ അല്ലാഹ് ഇനി നിയ്യത്തിൽ സുന്നത്തായ കാര്യം ഇതിന്റെ 4-ാമത്തെ ഭാഗത്തിൽ ഉണ്ട്. അത് കേൾക്കണം എന്നുണർത്തുകയാണ്. അല്ലാഹു വിജയികളിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.